ഷൊർണൂർ കണയത്ത് ഉത്സവത്തിനെത്തിച്ച ആന വിരണ്ടോടി. ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം. മുമ്പിൽ പോകുന്ന ആനയെ പാപ്പാന അടിക്കുന്നത് കണ്ട് പിന്നിൽ വന്ന ആന പേടിച്ച് ആൾക്കൂട്ടത്തിലേക്ക് വിരണ്ടോടി എന്നാണ് പറയുന്നത്. ഭാഗ്യം ആന ആരെയും ഉപദ്രവിച്ചില്ല. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നു. നിഖിൽ, പറയൂ, ആൾക്കാർ കാര്യമായി പരിക്കേറ്റില്ല എന്നറിയുന്നു. ആശ്വാസം. തീർച്ചയായിട്ടും എസ്കേൻ, ഏറ്റവും വലിയ ആശ്വാസം അത് തന്നെയാണ്. വലിയ പരിഭ്രാന്തിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു, പക്ഷേ ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല. ചിറക്കൽ പരമേശ്വരൻ എന്ന ആനയാണ് മുന്നിൽ പോകുന്ന ആനയെ പാപ്പാന്മാർ വരുതിയിലാക്കുന്നത് കണ്ട് പേടിച്ച് ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊന്ന് വിരണ്ടോടിയത്. ഏതാണ്ട് 100 മീറ്റർ മാത്രമേ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ ഈ ആനയെ വരുതിയിലാക്കാൻ പാപ്പാന്മാർക്ക് കഴിഞ്ഞിരുന്നു. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 5:30 മണിയോട് കൂടിയായിരുന്നു സംഭവം. കണയം സെൻട്രൽ നിന്ന് ഷൊർണൂർ നിലമ്പൂർ റെയിൽപാത കടന്നയുടനെയാണ് ഈ സംഭവം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് അത് വളരെ വ്യക്തമായി കാണാനും കഴിയും. ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടിയ ആന ആരെയും ഉപദ്രവിക്കാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി എന്നുള്ളതാണ്. മുമ്പിൽ പോകുന്ന ആനയെ പാപ്പാന്മാർ മർദ്ദിക്കുന്നത് കണ്ട് പുറകിൽ വന്ന ആന പേടിച്ച് തിരിഞ്ഞോടുകയായിരുന്നു. പിറകെ നടന്നവരും പൂരം ആസ്വദിക്കാൻ എത്തിയവരും ഇതോടുകൂടി പരിഭ്രാന്തരാകുന്ന സാഹചര്യമുണ്ടായി. സ്ത്രീകളടക്കം ഈ ആനയുടെ തൊട്ട് മുന്നിൽ വീണ് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവരെ ഒന്നും ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഈ ആനപ്പുറത്തുണ്ടായിരുന്ന ഒരാൾ താഴേക്ക് വീണിരുന്നു, എന്നാൽ അദ്ദേഹത്തിന് കാര്യമായ പരിക്കുകൾ ഏറ്റിട്ടില്ല. 100 മീറ്റർ പിന്നിടുമ്പോഴേക്കും തന്നെ ഈ ആനയെ വരുതിയിലാക്കാൻ പാപ്പാന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ ചിലർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവർക്കെല്ലാം തന്നെ നേരിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റാർക്കും തന്നെ ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഒരുപക്ഷെ വലിയ രീതിയിൽ പരിഭ്രാന്തരാകും. കാരണം ആന ഇങ്ങനെ ഓടി വരുന്ന ഒരുപാടധികം ആളുകളുണ്ട്. ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നവർ അവരൊക്കെ ആശങ്കപ്പെടുന്നു. അവർ ബഹളം വയ്ക്കുന്നു, നമ്മുടെ കുട്ടികളെ കാണാനില്ല എന്ന് പറഞ്ഞ് അവർ ആശങ്കപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ളൊരു ആശങ്ക നിലനിന്നിരുന്നു. എന്നാൽ ഈ പറഞ്ഞതുപോലെ ചെറിയ രീതിയിലുള്ള പരിക്കുകൾ മാത്രമാണുള്ളത്. ആനപ്പുറത്തുനിന്ന് വീണ് പരിക്കേറ്റവർ, അതോടൊപ്പം തന്നെ ഇതിനെ കണ്ട് ഓടി വീണ് പരിക്കേറ്റവർ, അങ്ങനെ ചെറിയ പരിക്ക് മാത്രമേ ആളുകൾക്കുള്ളൂ. എന്തായാലും മറ്റാർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.